MTN News, Malayalam Television Network. നമ്പർ ലൈൻ ബിസിയാണ് ഇവിടുത്തെ ആ രണ്ട് നമ്പർ ഈ നമ്പർ കംപ്ലൈന്റ് സാറേ, ഞങ്ങൾ ഇന്ന് എത്ര 3 ദിവസം പോയി സാറേ. മൊബൈൽ നമ്പർ രണ്ട് മൊബൈൽ നമ്പർ പ്രോപ്പറായ മറുപടി കിട്ടുന്നില്ല. അപ്പൊ നമ്മളാവുന്ന വന്ന് നോക്കിയതാണ്. രണ്ടാമത് മനസ്സിലാവും. വേറെ നിങ്ങളെ കൂടാതെ പിന്നെ സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അവരവരുടെ വലിയ പ്രയാസമൊന്നും കിട്ടുന്നതാണ്. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയേണ്ടതാണ്. പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി വരുന്നില്ല. ആകെ ക്യൂ നിൽക്കാനുള്ള ദൂരം ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ആളെ കൂടിയിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ നോക്കണം. ശരി, ക്യൂ റേഷ്യോ ഒന്ന് കുറച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്നൊരു സെക്ഷൻ ഇതാണ്. പരീക്ഷാ ഭവൻ ഇവിടെ കളക്ഷൻ കൊടുത്തു, ഡ്യൂപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടു. 2 മാസമായി 3 മാസമായി കിട്ടുന്നില്ല പോലെ. അതുകൊണ്ടാണ് ഞാനൊന്നൊന്ന് നേരെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഏതായാലും അതൊന്ന് പ്രോപ്പറാക്കണം. ആളുകളെ വല്ലാതെ ഡിലേ വരുത്തരുത്. നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അന്വേഷിച്ചോ? ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരോട് മറ്റാരോടും ചോദിച്ചു പോയില്ലേ? ഡീറ്റെയിൽസ് അറിയാല്ലേ? ആ ഫൈൻ നമ്പർ തരും. അത് മാത്രമായിട്ട് എന്തിനൊന്നും മിസ്സിംഗ് ആണ്. ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് ഡിക്ലറേഷൻ അതിനെവിടെയെങ്കിലും ഞാൻ ഇടപെടേണ്ടതുണ്ടെങ്കിൽ പറയും, പറഞ്ഞോളാം. പിന്നെ 2, ഇവിടെ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യും. ഒരു കാരണവശാലും ഈ 1 month 2 ആഴ്ചയിൽ കൂടുതൽ നീക്കാൻ പാടില്ല. പിന്നെ സ്കൂളുകളിൽ പോയി വരേണ്ട സ്ഥിതി മാറ്റിയിട്ട് ഇവിടുന്നത് തോന്നാനാണ്. ഒരു ഏത് അപേക്ഷ തന്നാലും വിത്തിൻ 15 days നമുക്കത് കൊടുക്കാൻ കഴിയും. ഡ്യൂപ്ലിക്കേറ്റ് ആവട്ടെ, കളക്ഷൻ ആവട്ടെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റ് തിരുത്തലുകൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതിനുമുള്ള കാലതാമസം ഒഴിവാക്കാൻ അടിയന്തര നടപടികളുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പരീക്ഷാഭവനിൽ നേരിട്ടെത്തി മിന്നൽ പരിശോധന നടത്തി. പരാതികൾ കേട്ടറിഞ്ഞ മന്ത്രി അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ നൽകാൻ കർശന നിർദ്ദേശം നൽകി. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പരീക്ഷാഭവനിലേക്ക് അടിയന്തരമായി 60 ലാപ്ടോപ്പുകൾ അനുവദിച്ചു. റിസപ്ഷനിലെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാത്ത പ്രശ്നത്തിന് പരിഹാരമായി ജീവനക്കാർക്ക് മൊബൈൽ ഫോൺ സൌകര്യം ഏർപ്പെടുത്താനും കൌണ്ടറുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. പ്രവർത്തനങ്ങൾ ജോയിന്റ് കമ്മീഷണർ മോണിറ്ററിംഗ് ചെയ്യുമെന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഇതെന്താ ഓണമായിട്ട് എല്ലാവരും ഇവിടെ? ഇത്തവണത്തെ ഓണം ആധാർ ഗോൾഡിലല്ലേ? ഓണം സ്വർണോത്സവം ആധാർ ഗോൾഡിലൂടെ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. 1ാം സമ്മാനം തിളങ്ങുന്ന ഒരു മാരുതി ബലേനോ കാർ. 2ാം സമ്മാനം സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ. 3ാം സമ്മാനമായി 5 ഫ്രിഡ്ജുകൾ 5 വിജയികൾക്ക് സ്വന്തം. 4ാം സമ്മാനമായി 5 വാഷിംഗ് മെഷീൻ 5 പേർക്ക്. 5ാമതായി 50 മനോഹരമായ ഡിന്നർ സെറ്റുകൾ 50 പേർക്ക്. 6ാം സമ്മാനം 50 പ്രഷർ കുക്കറുകൾ 50 ഭാഗ്യശാലികൾക്ക്. 7ാം സമ്മാനം 50 ഫ്രൈ പാനുകൾ 50 പേർക്ക്. എന്താ മാവേലി, ഇത് പൊളിക്കൂലേ? അത് കിടക്കും ബ്രോ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്തത്തിൽ ആധാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഓണം സ്വർണോത്സവം. ഓഗസ്റ്റ് 1 മുതൽ തുടർച്ചയായി 3 മാസക്കാലം നീളുന്ന ഈ സുവർണാവസരത്തിൽ നിങ്ങളും പങ്കാളിയാകൂ. ആധാർ ഗോൾഡിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഈ സമ്മാന കൂപ്പൺ ലഭ്യമാണ്.